പൂക്കാട്ടിരി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 90%-ലധികം മാർക്ക് നേടിയ കുട്ടികൾക്ക് VP കുഞ്ഞിമൊയ്തീൻ കുട്ടി മൗലവി സ്മാരക എക്സലൻസ് അവാർഡുകൾ സമ്മാനിച്ചു. മികച്ച വിജയം നേടിയ മറ്റു കുട്ടികളെയും അനുമോദിച്ചു. പൂക്കാട്ടിരി സഫ ഇംഗ്ലീഷ് സ്കൂളിൽ നിന്ന് 2025-26 അധ്യയന വർഷത്തിൽ CBSE 10ാം ക്ലാസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് വിക്ടർ 2026 എന്ന പേരിൽ അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത്. 500-ൽ 496 മാർക്കും നേടി സ്കൂൾ തലത്തിൽ 1ാം റാങ്കും ദേശീയ തലത്തിൽ 5ാം റാങ്കും നേടിയ ഫഹീമ ടി, 493 മാർക്ക് നേടി 2ാമതെത്തിയ ഷഫാലി ഫാത്തിമ KA, 95% മാർക്ക് നേടി 3ാമതെത്തിയ ഹിന മെഹബീൻ KB, ഫാത്തിമ ഹന KP, 90%-ലധികം മാർക്ക് നേടിയ ഫൈഹ ടി, ആയിഷ നഷാദ് K തുടങ്ങിയവർക്ക് സഫ സ്ഥാപകൻ VP കുഞ്ഞിമൊയ്തീൻ കുട്ടി മൗലവി സ്മാരക എക്സലൻസ് പുരസ്കാരം സമ്മാനിച്ചു. പരീക്ഷ എഴുതിയതിൽ 24% വിദ്യാർത്ഥികളാണ് 90%-ലധികം മാർക്ക് നേടിയത്. 48% വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും 28% വിദ്യാർത്ഥികൾ ഫസ്റ്റ് ക്ലാസും നേടി. ഉന്നത വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികളെയും വിജയത്തിനു വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും അനുമോദിച്ചു. IMA വളാഞ്ചേരി മേഖലാ വൈസ് പ്രസിഡന്റും നടക്കാവിൽ ഹോസ്പിറ്റൽ മെഡിക്കൽ സൂപ്രണ്ടുമായ ഡോക്ടർ മുഹമ്മദ് റിയാസ് KT, പൂക്കാട്ടിരി ആൽഫ മെഡിക്കെയർ ഹോസ്പിറ്റൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ റഹ്മത്ത് ബീഗം തുടങ്ങിയവർ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. ഡിസിഷൻ മേക്കിംഗ് ആദ്യമായി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സന്ദർഭം കൈവന്നിരിക്കുകയാണ്. നമ്മൾ ഏത് മേഖലയിലേക്ക് ഇപ്പോൾ റഹ്മത്ത് ബീഗം ഡോക്ടറൊക്കെ ആസ്വദിക്കുന്നത് പോലെ സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ ഏറെ മുമ്പിൽ നിന്ന് ആളുകളെ ചേർന്ന് നിന്ന് അവരെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു മെഡിക്കൽ മേഖലകളുണ്ട്. അതുപോലെ തന്നെ അതിനും ഔന്നത്യത്തിൽ ഇന്ന് സഞ്ചരിച്ച് ഒരുക്കേണ്ട IT മേഖല, കൊമേഴ്സ് മേഖലകൾ, ഹ്യൂമാനിറ്റീസ് മേഖലകളൊക്കെ ഇതിലും അപ്പുറമാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അത്തരം മേഖലകൾ നിങ്ങൾക്ക് മുമ്പുണ്ട്. ഒരു +2 വരെയൊക്കെ പഠിച്ചാൽ മതി, പിന്നെ കല്യാണം കഴിക്കുക, പിന്നെ അവർക്ക് നല്ലൊരു ഉത്തമ ഭാര്യ ഇരിക്കുകയാണ് വേണ്ടത്, നല്ലൊരു വീട്ടമ്മ, കുട്ടികളെ നല്ലപോലെ വളർത്തുക, അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ഇപ്പോഴും കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. ഞാൻ എല്ലാവരും പറയില്ല, പക്ഷെ ഞാൻ എല്ലാവരോടും ഓരോ പെൺകുട്ടികളും അവരവർക്ക് കഴിയാനുള്ളത് അവരെന്നെ പഠിച്ചെടുത്ത് ജോലി നേടിയെടുത്തിട്ട് വേണം ബാക്കി പ്ലാൻ ചെയ്യാൻ. ബാക്കി എല്ലാവർക്കും എല്ലാം എന്താ പറയുക കിട്ടണമെന്നില്ല. ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓരോ പാരൻസ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവരെ മക്കളെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ സംഭവങ്ങളും നടത്തേണ്ടത്. സഫ ഗ്രൂപ്പ് ചെയർമാൻ VP യാസിർ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് സെക്രട്ടറി UA ഷമീർ, PTA പ്രസിഡന്റ് അനസ് വളാഞ്ചേരി, പ്രിൻസിപ്പൽ ഡോക്ടർ നിധിൻ PV, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് സലീന KP, അധ്യാപകരായ റസിയ P, ഷഹന TP, മിഗ്ദാദ് T തുടങ്ങിയവർ പങ്കെടുത്തു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, പ്രാവശ്യത്തെ 10th ടോപ്പേഴ്സാണ് ഞങ്ങൾ. ഇത്രയും ഉന്നത സ്ഥാനത്തിലെത്തിച്ചത് ഞങ്ങളെ ഹാർഡ് വർക്കും ഞങ്ങളെ ടീച്ചേഴ്സും ഞങ്ങളെ പാരൻസും ഒക്കെ തന്നെയാണ്. എല്ലാവർക്കും അതിൻ്റെ താങ്ക്സ് അറിയിക്കുന്നു. മെയിനായിട്ട് താങ്ക്സ് പറയുന്നത് അള്ളാഹിനോട് തന്നെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ ഈ സ്കൂൾ വിട്ട് പോവുകയാണ്. ഈ സ്കൂളിൽ 12 വർഷം പഠിച്ചതിൻ്റെ റിസൾട്ട് ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ട് തന്നെ ഞങ്ങൾ പോണത്. ഞാനാണ് സഫേത്തെ 2nd ടോപ്പർ. എനിക്ക് 98.6% മാർക്കുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ എന്നെ സഹായിച്ചത് ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ സപ്പോർട്ടുമാണ്. പിന്നെ സഫയിൽ വന്നത് നല്ലൊരു ഇതായി തോന്നി, കാരണം ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ ഇത്ര മാർക്ക് കിട്ടിയാൽ അവർക്ക് തന്നെയാണ് ഭയങ്കര പങ്കുള്ളത്. ഞാൻ സഫയിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള നിലയിൽ നല്ല അഭിമാനമുണ്ട്. ഒരിക്കലും ഞങ്ങൾ പഠനം മാത്രമെന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്തിട്ടില്ല. എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുപ്പിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ റിസൾട്ട് മേടിച്ചിട്ടുള്ളത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.